മഹാമനസ്കത കാട്ടേണ്ടത് മാനേജ്മെൻറ്റുകളോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ പി ബിജു, പ്രതിപക്ഷം സമരം നടത്തുകയാണ്. ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറമാണ് ആ വിഷയം. സർക്കാരിൻ്റെ കടുത്ത നിലപാടായിരുന്നു. അസാധാരണമായി മാനേജ്മെൻറ്റുകൾ ഒരു തുറന്ന സമീപനവുമായി വരുന്നു. പ്രതിപക്ഷത്തിനത് മുഖ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വരുന്നു. മാനേജ്മെൻറ്റുകൾ തയ്യാറാണ്, പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചർച്ച ചെയ്ത് വിട്ടുവീഴ്ചയുടെ സാധ്യതകൾ ആലോചിച്ചുകൂടാ? ഇത് സർക്കാരാണ് മാനേജ്മെൻറ്റുകളെക്കാൾ സർക്കാരിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടില്ലേ? മാനേജ്മെൻറ്റുകളും UDF തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊക്കെ ബന്ധമുണ്ടാവും. ഈ സമരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ചിലപ്പോൾ മാനേജ്മെൻറ്റുകൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്തു. അത് UDF മാനേജ്മെൻറ്റുകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആ പ്രശ്നത്തെ കാണാൻ കഴിയൂ. രണ്ടാമത്തെ പ്രശ്നം, ഇത് വിദ്യാർത്ഥികളുടെ താല്പര്യം മുൻനിർത്തിയുള്ള സമരമായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒന്ന്, അങ്ങനെ കാണാൻ കഴിയാത്തതിൻ്റെ കാര്യം, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ കോളേജുകളുമായി കരാറുണ്ടാക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞു. കൂടുതൽ കോളേജുകളുമായി കരാറുണ്ടാക്കുമ്പോൾ കൂടുതൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന BPLകാർ, SCBCക്കാർ, SC/STക്കാർ, ഇത്തരം കുട്ടികൾക്ക് പ്രവേശനം നേടാനുള്ള സാഹചര്യമുണ്ടായി. കൂടുതൽ കുട്ടികൾ വരികയാണ്. 100-150 SCBCക്കാരന് ഡോക്ടറാവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. BPLകാരന് അതുപോലെ സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഒരു കരാറിനെ കാണുന്നത്. അല്ലാതെ ഫീസ് മാത്രമല്ല മാനദണ്ഡം. സാമൂഹ്യനീതി എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഫീസ് ഇളവ് നൽകേണ്ടത്? ഫീസ് ഇളവ് നൽകേണ്ടത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഈ ഫീസ് കൊടുക്കാൻ കഴിയാത്തവർ, ഈ നാട്ടിലെ സാധാരണക്കാരന് ഡോക്ടറാവാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ലൈൻ. ഞാൻ ഇടപെടുകയാണ്. രണ്ട് കാര്യങ്ങളിലാണ് താങ്കൾ പറയുന്നതിലെ ഒരു പൊരുത്തക്കേട് ശ്രദ്ധയിൽ വരുന്നത്. ഒന്ന്, UDF മാനേജ്മെൻറ്റുകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകാമെന്ന്. അങ്ങനെ UDFനെ പ്രീണിപ്പിച്ച് മാനേജ്മെൻറ്റുകൾ എന്ത് നേടാനാണ്? മാനേജ്മെൻറ്റിനു വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാകാതെ സർക്കാർ നിൽക്കുമ്പോൾ അതിനുള്ള മറുപടി ആദ്യം. അല്ല, ഒന്ന്, കരാറെന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമല്ല. കരാറ് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ സമരം ചെയ്യുന്നത് ഇവരാണ് മാനേജ്മെന്റിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മാനേജ്മെന്റിനെതിരെ അല്ല സമരം നടത്തുന്നത്. അവർ സമരം നടത്തുന്നത് ഗവൺമെന്റിനെതിരെയാണ്. ആ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ആ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണെന്ന് പറയാൻ കാരണം, ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ കരാറ് പൊതുവിൽ കേരളീയ സമൂഹത്തിന് ഗുണം ചെയ്തു. 8 ലക്ഷത്തിൻ്റെ ഫീസ് 9 ലക്ഷം ആവുന്നതല്ല. 8 ലക്ഷം ഫീസ് അടയ്ക്കാൻ കഴിയുന്നവരുടെ താല്പര്യമല്ല ഇവർ സംരക്ഷിക്കേണ്ടത്. ഇവർ സംരക്ഷിക്കേണ്ടത് BPLകാരൻ്റെയും SCBCക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും മെറിറ്റിൽ യോഗ്യതയുള്ള സാധാരണക്കാരുടെ. രണ്ടാമത്തെ പ്രശ്നം ബിജു, നിങ്ങൾ ഈ കൊട്ടിഘോഷിക്കുന്ന കരാറിൻ്റെ രണ്ട് മേന്മകളായി നിങ്ങൾ അവകാശപ്പെടുന്നത്, ഒന്ന്, ഈ BPLകാർക്ക് 25,000 രൂപയ്ക്ക് പഠിക്കാൻ കഴിയും. മറ്റൊന്ന്, 2.5 ലക്ഷത്തിന് 30% വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയും. ഇപ്പോൾ ഫസൽ ഗഫൂർ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല ശ്രദ്ധിച്ചാൽ, ഈ 30%, 2.5 ലക്ഷം കൊടുത്ത് പഠിക്കേണ്ട ഈ 30% സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കൊരു സ്കോളർഷിപ്പ് നൽകാമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഈ 2.5 ലക്ഷം കുറയ്ക്കാൻ കഴിയുമായിരുന്നു. മാത്രവുമല്ല, അതിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു ഫീസാണ് നിങ്ങൾ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതെന്നുമുണ്ട്. ഒന്ന്, ഫസൽ ഗഫൂർ സാർ ഈ ചർച്ചയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഇതായിട്ട് പറയാമായിരുന്നു. അദ്ദേഹം ഇനി ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ച അത്രയും നല്ലത്. കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ അവർ വലിയ സാമ്പത്തികമായി ശേഷിയുള്ളവർ. നിങ്ങളുടെ കരാറിന്റെ മേന്മയായി പറഞ്ഞതിലെ ഒരു അടിസ്ഥാനം ഇല്ലായ്മയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. 2.5 ലക്ഷം സഹിക്കാൻ കഴിയാത്ത ആളുകൾക്ക്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കാം. അത് ഇപ്പോഴല്ലേ പറയുന്നത്. അവർ കരാറുണ്ടാക്കി, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. കരാർ ഏകപക്ഷീയമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് ഇത്രയും കുറഞ്ഞ ഫീസിലെങ്കിലും തയ്യാർ എന്ന് ഒരു മാനേജ്മെൻറ്റെങ്കിലും സന്നദ്ധമാകുന്നത് ഇവരുടെ സമരം കൊണ്ടാണ്. അവിടെയാണ് നിങ്ങൾ പറയുന്നത് അവരും കൂടെയുള്ള കൂട്ടായ്മയാണ്. അല്ലെങ്കിൽ പിന്നെ കരാർ വെക്കുന്ന സമയത്ത് പറയണ്ടേ ഞങ്ങൾക്ക് ഇത്രയേ ചിലവ് വരുന്നുള്ളൂ? അവർ കൊടുക്കുന്ന ഫീസിന്റെ അടിസ്ഥാനത്തിലാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. അനിൽ അക്കര, ആ കരാറിന്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ തയ്യാറാകുന്നു. അതിന്റെ അടിസ്ഥാനം നിങ്ങളും ഈ പറയുന്ന സ്വാശ്രയ മാനേജ്മെന്റുമായുള്ള ഒത്തുകളിയാണെന്നാണ്. അല്ലല്ല, ഇത് ഇന്നലെ വരെ ബിജുവും LDFും സംസാരിച്ചിരുന്നത് സ്വാശ്രയ മാനേജ്മെന്റിന്റെ ഭാഷയിലായിരുന്നു. ഈ സമരം ഒരു വിജയഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഇത് സ്വാശ്രയ മാനേജ്മെൻറ്റിനെതിരായി LDFും ബിജുവും സംസാരിക്കുന്നത്. നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കഴിഞ്ഞ 5 വർഷത്തെ UDF ഗവൺമെൻറ് കാലത്തുണ്ടായ ഓരോ ഘട്ടത്തിലും ഓരോ വർഷത്തിലും ഉണ്ടായ ഫീസ് വർധനവ്, ഇത് ഒറ്റയടിക്കാണ് ഇത് കൂട്ടിയത്. ഇത് ഇപ്പോൾ ഒരു ഓണം ബമ്പർ എടുക്കുന്ന പോലെ, വിഷു ബമ്പർ എടുക്കുന്ന പോലെ ഒരു ബമ്പറായി ഈ സ്വാശ്രയ മാനേജ്മെൻറ്റ് ഫീസ് വർധനവ് മാറിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തുടക്കം മുതൽ
ഇവർ എടുത്ത സമീപനങ്ങളാണ് നമ്മളെ ഇതിൽ സത്യത്തിൽ വെട്ടിലാക്കിയത്. ഇവർ പറഞ്ഞു ഞങ്ങൾ 100% സീറ്റ് ഞങ്ങൾ എടുക്കാം. അതൊക്കെ നാം ചർച്ച ചെയ്തതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഇവിടെ പ്രശ്നം. ഇവിടെ നിങ്ങളോടുള്ള വിമർശനം എന്ന് പറയുന്നത് ബിജു ഉന്നയിക്കുന്നതല്ല. നിങ്ങളോടുള്ള വിമർശനം, നിങ്ങൾ ഏറ്റവും ശക്തമായി സമരമുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചത് എന്താണ്? ഒന്ന് ഈ 2.5 ലക്ഷം അധികമാണ്, ഒന്ന് ഈ മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള ഫീസ് അധികമാണ് എന്നാണ്. നിങ്ങളിപ്പോൾ എമ്പാടും അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ MES പ്രസിഡന്റ് പറയുന്ന 2.5 ലക്ഷം സഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത ആർക്കെങ്കിലും കുറച്ച് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറയുന്നതിലേക്ക് ചുരുങ്ങുകയാണ്. എനിക്ക് ലഭിക്കുന്ന കണക്കുകൾ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ MESന് അങ്ങനെ ഏറി വന്നാൽ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരിക വെറും 6 വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ്. ഇതിനായിരുന്നു ഈ സമയം. അല്ലല്ല, ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ BPL സീറ്റിൻ്റെ കാര്യം പറഞ്ഞു. BPL സീറ്റ് കഴിഞ്ഞ തവണ എത്ര ശതമാനമായിരുന്നു? 25%. അനിലും VM സുധീരനും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഫസൽ ഗഫൂർ അടക്കമുള്ളവരോട് ഞാനത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നലെയും ചില മാധ്യമങ്ങൾ താങ്കൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു റൈഡറോടെയാണ് താങ്കൾ പറഞ്ഞത് എനിക്ക് കിട്ടുന്ന വിവരം ശരിയാണെങ്കിൽ 25%. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം അത് 20% തന്നെയാണ്. 25%. ഞാൻ മനസ്സിലാക്കി 20%. അതൊന്ന് പരിശോധിക്കണം. പറയുന്ന 20% നമുക്ക് ചോദിക്കാം. നമുക്ക് പരിശോധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിതിനകത്ത് പ്രതീക്ഷിച്ചിരുന്നത് ഗവൺമെൻറ് ശരിയായ രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് സംശയം വന്നത് ഹൈക്കോടതിയിൽ കേസ് തോറ്റു. ഹൈക്കോടതിയിൽ കേസ് തോറ്റപ്പോൾ ഇത് സുപ്രീം കോടതിയിൽ പോയില്ല എന്ന് വന്നപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് കള്ളക്കളി ഉണ്ട് എന്ന് ബോധ്യപ്പെടും. അങ്ങനെയാണ് നമ്മൾ സമയത്തെല്ലാം ചർച്ച ചെയ്താണ്. എൻ്റെ ചോദ്യം ബാക്കി നിൽക്കുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട പരിഹാര മുദ്രാവാക്യം ഇപ്പോൾ ഈ പറയുന്ന 2.5 ലക്ഷം കൊടുക്കുന്നവരിൽ കുറച്ച് പേർക്ക് മാനേജ്മെന്റ് സ്കോളർഷിപ്പ് കൊടുക്കുമെന്ന്. ഇല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫീസിന്റെ വർധനവ് മാനേജ്മെന്റ് സീറ്റിൽ 25,000 ഉണ്ടായിരുന്നു, 5.5 ലക്ഷമായി. പിന്നെ അങ്ങനെ കൂടി 10,000 ചെറിയ രീതിയിൽ 45,000 വർധനവ് മാത്രമാണ്. ഇപ്പോൾ 60,000 പോയി. അടുത്ത തവണ എത്രത്തോളം വർദ്ധിക്കും? അല്ല, നിങ്ങളുടെ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ കണ്ടിട്ട് വന്ന് പറയുന്നത് മാനേജ്മെന്റുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. അങ്ങനെയെങ്കിൽ പിന്നെ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കേണ്ടതില്ലല്ലോ. അതിന്റെ ഭാഗമായാണ് നാളെ ചർച്ച. നമ്മൾ വാർത്താ മാധ്യമങ്ങളൊക്കെ കാണുന്ന ആളുകളാണ്. മാനേജ്മെന്റുകൾ തയ്യാറാവുമ്പോൾ പെരിയാർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ വളരെ ഒറ്റയടിക്ക് മുഖ്യമന്ത്രി പറഞ്ഞ എന്താ, ഞങ്ങൾ തീരുമാനമെടുത്താൽ പെരിയാരത്ത് കുറയ്ക്കാൻ കഴിയും, ഞങ്ങൾ തീരുമാനമെടുക്കുന്നില്ല. അതാണ് അതിന്റെ പോയിന്റ്. അതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഞങ്ങൾ തീരുമാനമെടുത്താൽ പെരിയാർ താങ്കളിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ വള്ളിലേക്ക് കൂടി പോയതിനു ശേഷം ശ്രീ ജോർജ് പോളിലേക്ക്. അനിൽകുമാർ വള്ളിൽ, MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ പറയുകയാണ് MESന് തടസ്സങ്ങളില്ല. ഈ 2.5 ലക്ഷം കൊടുക്കുന്നവരിൽ അതിന് താങ്ങാൻ ശേഷിയില്ലാത്ത നല്ല മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിലെന്ന്. അത് ഒരു വലിയ ഉദാരതയായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയല്ല, എല്ലാ മാനേജ്മെൻറ്റുകൾക്കും ഇത് ചെയ്യാൻ കഴിയും എന്ന ഒരു കണക്കും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു വർഷം മാനേജ്മെൻറ്റിന് വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുന്ന തുക, പിന്നെ ഈ വിട്ടുവീഴ്ച ചെയ്യുന്നതും കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഒരു വിദ്യാർത്ഥിയുടെ ഫീസ് പിരിക്കുമ്പോൾ കിട്ടുന്ന തുകയേ ആകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വലിയ സാമ്പത്തിക ഭാരമൊന്നും ഒരു മാനേജ്മെൻറ്റുകൾക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. പക്ഷേ ഫസൽ ഗഫൂർ പറഞ്ഞത് അദ്ദേഹം തയ്യാർ, MES തയ്യാർ, മറ്റു മാനേജ്മെൻറ്റുകളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്നാണ്. MESന് കഴിയുന്നതും മാനേജ്മെൻറ്റ് അസോസിയേഷനിൽ മറ്റുള്ളവർക്ക് കഴിയാത്തതുമാണോ ഫസൽ ഗഫൂർ മുന്നോട്ട് വയ്ക്കുന്ന ഒത്തുതീർപ്പ് ഫോർമുല? MESനെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടർ ഫസൽ ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോളേജിൻ്റെ കാര്യമാണ് അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. MES മെഡിക്കൽ കോളേജിൽ 100 സീറ്റാണുള്ളത്. ആ മെഡിക്കൽ കോളേജിൽ 10% വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 20%-ൻ്റെ 10% അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ 2 വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആവുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഫോർമുല പറഞ്ഞത് സർക്കാർ മെറിറ്റിലെ 30% 2.5 ലക്ഷം ഫീസ് കൊടുക്കുന്നവരിൽ ആ ഫീസ് താങ്ങാൻ ശേഷിയില്ലാത്ത മെറിറ്റിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ്. ഏതാണ്ട് 50,000 രൂപയുടെ കുറവാണ് അനിൽകുമാർ വള്ളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത് MES. അതിൽ 2 കാര്യമുണ്ട്. ഒന്നാമത് ഈ 20% സീറ്റ്സ് ഞങ്ങൾ 25,000 കൊടുക്കുന്നുണ്ടല്ലോ. അതിൽ തന്നെ പലരും BPL വിഭാഗത്തിൽപ്പെട്ടവരല്ല. ഇപ്പം ഈ ശരിക്കും ഗവൺമെൻറ് ഉദ്ദേശിച്ചത് BPL വിഭാഗത്തിൽപ്പെട്ട 20% വിദ്യാർത്ഥികൾക്ക് 25,000 ഗവൺമെൻറ് ഫീസിൽ പഠിക്കാമെന്നാണ്. പക്ഷേ പല വർഷങ്ങളിലും ആ 20% അർഹരായ വിദ്യാർത്ഥികൾ ഉണ്ടാവുകയില്ല. അപ്പം BPL കാറ്റഗറിയിൽ നിന്ന് വിട്ട് മറ്റേ ഹയർ ഇൻകം ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വരുമാനക്കാരെ വെച്ചിട്ടാണ് BPL ഫില്ല് ചെയ്യാറുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും മറ്റേ 30%-ൽ BPL കാറ്റഗറി വിദ്യാർത്ഥികൾ ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. ശരിയാണ്. പക്ഷേ
ഇപ്പോൾ ഒരു അപ്പം ഒരു ഈ ഒരു ഫസൽ കണക്ക് വെച്ചാൽ ഗഫൂറിന്റെ- ഇപ്പോൾ അല്ലല്ല ഒരു നിമിഷം, ഒരു കണക്ക് വെച്ചാൽ ഇപ്പോൾ ഒരു 6 ലക്ഷം ക്രീമിലെയർ നിലയിൽ വെക്കുക. അതിൽ ഈ BPL-നും ഈ 6 ലക്ഷത്തിനും ഇടയിൽ പല ഗണത്തിൽപ്പെട്ടവരുണ്ട്. അവരിൽ ചിലർക്ക് ഈ പറയുന്ന 2.5 ലക്ഷം കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അത്തരം മെറിറ്റിൽ ഉയർന്ന സ്ഥാനം കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അങ്ങനെയാണ്. അതെ, അത് സംഗതി മനസ്സിലായി. പക്ഷേ അതിപ്പം മാനേജ്മെൻറ്റ് അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ അഭിപ്രായം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആകാം, MES-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകാം. പക്ഷേ മറ്റ് 22 കോളേജും കൂടെ കേരളത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താണ് എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ ഈ നേടിയെടുത്ത ഫീസ് വളരെയധികം ചർച്ചകൾ ഇപ്പോൾ ഈ 1.85 2.5 ലക്ഷമാകുവാൻ 6 തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. 6 തവണ മുഖ്യമന്ത്രിയുമായിട്ട് 2 തവണ ചർച്ച ചെയ്തതിൻ്റെ അവസാനത്തിലാണ് ഈ 2.5 ലക്ഷത്തിലേക്ക് എത്തിയത്. ഞങ്ങൾ ഡിമാൻഡ് 2.5 ലക്ഷമായിരുന്നില്ല. അതായത് ഇന്ത്യയിലാകമാനം ശാസ്ത്രീയ വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അതിലേക്ക് വരാം. പക്ഷേ ഫസൽ ഗഫൂർ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്മേൽ നാളെ അനുകൂലമായി പ്രതികരിക്കാനാണോ നിങ്ങൾ പോകുന്നത്, അല്ല ഇത് സാധ്യമല്ല എന്നാണോ? ഇപ്പോൾ താങ്കളുടെ പ്രതികരണത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഫസൽ ഗഫൂറിൻ്റെ ഈ നിർദ്ദേശം നിങ്ങൾക്ക് സ്വീകാര്യമല്ല, 22 കോളേജുകൾക്കും സ്വീകാര്യമല്ല എന്നാണോ? അല്ല, നാളത്തെ മീറ്റിംഗ് ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു മീറ്റിംഗ് ആണ്. ഈ ഫസൽ ഗഫൂറിൻ്റെ സജഷന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി നാളെ രാവിലെ 8:30 മുഖ്യമന്ത്രി വിളിച്ച മീറ്റിംഗിൽ ഇത് മുഖ്യമന്ത്രി ഇപ്പോൾ വൈകിട്ട് മുഖ്യമന്ത്രയുടെ ഓഫീസിൽ നിന്ന് നാളെ വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി എന്ത് സജഷനാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് ഞങ്ങൾക്ക് രൂപമില്ല. ഏതായാലും മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം